എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് കോട്ടയിലാണ്. അതായത് ടിപ്പുവിൻ്റെ കോട്ട എന്നും കൂടി അറിയപ്പെടുന്ന പാലക്കാട് കോട്ടയിലാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയത് ബൈക്കിലായിരുന്നു. ഇപ്പോൾ ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 15 രൂപയാണ് ഒരു ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ഫീ. അതുകൂടാതെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അഡൽട്ടായ കാരണം 2 പേരെ ഞങ്ങൾ പോയത്, 2 പേരും അഡൽട്ടായിരുന്നു. 2 പേർക്കും കൂടിയിട്ട് ഞങ്ങൾക്ക് 50 രൂപയായി. അതായത് പെർ ഹെഡ് 25 രൂപയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് കയറാനുള്ള ഫീ. അപ്പോൾ നമ്മൾ പതുക്കെ ഉള്ളിലേക്കല്ല, അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. ഈ കാണുന്നത് നിങ്ങൾ കണ്ടു, ഈ കോട്ടയ്ക്ക് ചുറ്റും ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഈ വെള്ളം ആയിട്ടുള്ള ഈ തോട് നമ്മൾ കാണുന്നില്ല. ഈ തോട് എന്നല്ല, ഇത് കിടങ്ങാണ് കേട്ടോ. അതായത് ഈ കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കിടങ്ങാണ് ഇവിടെ. കാരണം പുറത്തുനിന്നുള്ള അക്രമകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കിടങ്ങുകളിൽ പണ്ട് മുതലകളെ വളർത്തിയിരുന്നു. കാരണം അക്കാലത്ത് നമുക്കറിയാലോ, എന്തായാലും അക്രമകാരികൾ എന്തായാലും വരും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായാലും ആരായാലും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകൾ നിർമ്മിച്ചിരുന്നത്. കൂടാതെ അതിൽ മുതലകളെയും വളർത്തിയിരുന്നത്. ഇതാണ് നമ്മുടെ ഒരു സൈഡ് വ്യൂ. കാരണം കിടങ്ങും കോട്ടയും എല്ലാം കൂടി കാണുന്നൊരു സൈഡ് വ്യൂ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ പച്ച നിറമുള്ള വെള്ളം, കൂടാതെ ഗാർഡൻ സെറ്റപ്പ് എല്ലാം ഇവിടെ നന്നായിട്ടാണ് ഇവർ പരിപാലിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നിലായി ഒരു നീല ബോർഡ് കാണാൻ പറ്റും. അതായത് കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു ബോർഡുണ്ട്. ഈ ബോർഡാണ് നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഈ പാലം. ഈ പാലത്തിനുള്ളിലൂടെ വേണം കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇപ്പോൾ പണ്ട് മുതലുകളുള്ള ഉണ്ടായിരുന്ന ആ കിടങ്ങിൻ്റെ അവസ്ഥ നോക്കൂ. ഇപ്പോൾ ആമകളും മീനുകളൊക്കെ ആയിട്ട് വേറൊരു വൈബ് തന്നെയാട്ടോ. കാരണം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്നു. കാരണം എണ്ണിയാൽ തിട്ടപ്പെടാൻ കഴിയാത്ത അത്രയ്ക്കധികം ആമകളും മീനുകളുമാണ് ഇവിടെ ഉള്ളത്. കാരണം കുറേ ഉണ്ട്. കാരണം നമ്മൾ നേരിട്ട് കാണണം, എന്നാൽ മാത്രമേ ആ ഭംഗി ഇതിൻ്റെ മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം നല്ല തെളിഞ്ഞ വെള്ളം, അതിലിങ്ങനെ മീനുകളും ആമകളും എല്ലാം കൂടി. അപ്പോൾ അവരെയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഉള്ളിലോട്ട് പ്രവേശിച്ചു. പിന്നെ ഇവിടെ ചെറിയൊരു ശില ഇത് വെച്ചിട്ടുണ്ട്. കാരണം ഈ പാലക്കാട് കോട്ടയുടെ ചരിത്രം മൊത്തം എഴുതിയ ഒരു ചെറിയൊരു ശില ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഉപകാരമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ശിലകളൊക്കെ. ഇപ്പോൾ നമ്മുടെ സൈനിക പ്രാധാന്യം മനസ്സിലാക്കി വലിയ കരിങ്കല്ലുകൊണ്ടാണ് കേട്ടോ ഈ കോട്ടയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, കരിങ്കല്ലിൻ്റെ വലിപ്പം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഒന്നും കൂടിയുണ്ട്, സമുദ്ര സാന്നിധ്യം ഇല്ലാത്ത അപൂർവ കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. കാരണം പാലക്കാട് സമുദ്രത്തിൻ്റെ യാതൊരു ഇതുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതും മനസ്സിലാവും. കൂടാതെ നമ്മുടെ പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ ഒരു കോവിലുണ്ട് കേട്ടോ. കോവിലെന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. അതായത് ഹനുമാൻ്റെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവിടെ വീഡിയോ എടുക്കാൻ ഇവർ അനുവദിക്കുമോ ഇല്ലയോ എന്ന്. എന്നാലും ഞങ്ങൾ ഉള്ളിൽ കയറി. അവരൊന്നും പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ, കാരണം എടുത്തത് കൊണ്ടും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതേപടി കയറി. കാരണം വേറൊരു വൈബാണ് കേട്ടോ. നമ്മുടെ പഴഞ്ചൻ ഒരു ക്ഷേത്രം ഉണ്ടാവുമല്ലോ, പഴയ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വൈബും ഒരു തരം സ്മെല്ലുണ്ടല്ലോ, ചന്ദനത്തിൻ്റെയൊക്കെ ആ മണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു നീങ്ങി. കാരണം ഓരോ സൈഡിലും അവർ ഓരോരോ പുല്ലുകളും മറ്റും വെച്ചൊരു ഗാർഡൻ സെറ്റപ്പ് എല്ലാ സ്ഥലത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടത്. ഒരേ ഒരു സ്ഥലമല്ലോ ടിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മുതൽ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കേട്ടോ. അവിടെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. 8 മണി മുതൽ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് സമയം, കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാനുള്ള സമയം. ഈ തൂണുകളൊക്കെ കണ്ടോ, ഇതൊക്കെ ഒറ്റ കല്ലുകൊണ്ടുണ്ടാക്കിയ തൂണുകളാട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. കൂടെ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഈ ഉള്ളിൽ കാണുന്ന ഇപ്പോൾ നമ്മുടെ ഈ കോട്ട, ഇപ്പോൾ നമ്മൾ കോട്ടയ്ക്കകത്ത് പ്രവേശിച്ചു. ഇത് മൊത്തം നമ്മുടെ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് കേട്ടോ. കാരണം സംരക്ഷിച്ചില്ലെങ്കിൽ എല്ലാം പോവും എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഒരു സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കോട്ട നിലനിൽക്കുന്നത്. നല്ലൊരു പീസ്ഫുൾ പ്ലേസാണ് ഇവിടെ. പിന്നെ ഈ കാണുന്ന ഇവിടെ കണ്ടോ, ബേബി ഫീഡിങ് റൂം, ടോയ്ലറ്റ്സ്, അങ്ങനെ എല്ലാവരുടെയും നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും എല്ലാവരുടെയും ബോർഡ് സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ.
ഈ ബിൽഡിങ്ങുകൾ കാണുന്നില്ലേ, ഇവിടെ പണ്ട് സബ് ജയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ കോട്ടയിൽ നിന്ന് മാറ്റി സബ് ജയിൽ, പിന്നെ കുറേ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ മരം നോക്കൂ, ഇത് നമ്മുടെ മാവാട്ടോ. ആ മാവിൻ്റെ ശാഖ താഴത്ത് വീണ് അവിടെ നിന്ന് വേറൊരു മാവ് വന്ന പോലത്തെ ഒരു ഇത്, നല്ല രസമില്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആ രസമൊക്കെ കണ്ട് പതിയെ കോട്ടയ്ക്ക് മുകളിലും കയറണമല്ലോ. അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറി. കാരണം ഈ കോട്ടയിൽ വൃത്താകൃതിയിലുള്ള നമ്മുടെ കൊത്തളങ്ങൾ എന്ന് പറയും, അങ്ങനത്തെ 9 കൊത്തളങ്ങളുണ്ട്, 9 എണ്ണം. അതായത് ഈ കൊത്തളങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു കൊത്തളത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇതാ ഈ പടി കണ്ടു, നമ്മൾ ഇതിനോട് ജസ്റ്റ് കൊത്തളത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കല്ലുകളിലൊക്കെ വലിപ്പം കണ്ടു. പണ്ട് ഇത്തരത്തിലുള്ളൊരു കോട്ട ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഇതാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊത്തളത്തിലേക്ക് കയറി കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ ചെറിയ ജനൽപ്പാളികളെ പോലത്തെ സംഭവങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ പണ്ട് കാലത്ത് പീരങ്കികൾ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടു നമ്മുടെ കിടങ്ങിലേക്കുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതായത് കിടങ്ങിന് മുന്നിലൂടെയുള്ള റോഡും എല്ലാം നമുക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് നേരിട്ട് മുകളിൽ കയറി നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ ജസ്റ്റ് ആ വ്യൂ എല്ലാം ഇവിടെ കാണാൻ കിട്ടും. പണ്ടത്തെ ഇതുണ്ടാക്കി നിർമ്മിച്ചത് നമ്മുടെ ഹൈദരാലിയാണ് ഈ പാലക്കാട് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങേരുടെയൊക്കെ ഒരു ബുദ്ധി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം തൊട്ടപ്പുറത്ത് സിറ്റിയാണ്. പിന്നെ ഒന്നും കൂടി ഞാൻ പറഞ്ഞല്ലോ, കടൽ പ്രദേശമില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനൊരു കിടങ്ങ് കെട്ടി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ഇവിടെ പറയുന്നുണ്ട് കരിങ്കല്ലും ചുണ്ണാമ്പു കല്ലും ഉപയോഗിച്ച് ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അത് പൂർണ്ണ ചതുരാകൃതിയിലാണ് ഈ കോട്ടയുള്ളത്. ഇതേപോലത്തുള്ള 9 വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളുണ്ട്. കണ്ടില്ലേ? ഇവിടെയൊക്കെ നമ്മൾ പണ്ട് പീരങ്കിയായിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ കുറേ പണ്ടത്തെ വീഡിയോസൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതിലൊക്കെ കാണിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ അവരെല്ലാവരും എടുത്തും മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഇത് നമ്മൾ എൻട്രി ചെയ്ത പാലാണ് കാണുന്നത്. ഇവിടെ നിന്നൊരു ഓവർ വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ കാണാൻ. കാരണം നമ്മുടെ ആനയഴക് പോലെയുള്ള ഒരു അഴകാണ് കല്ലിനൊക്കെ. കണ്ടോ, കരിങ്കല്ലിനൊക്കെ കറുത്ത നിറത്തിലുള്ള. അപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തോന്നുന്നു കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ഒരു അത്ഭുതമല്ലേ ഇങ്ങനത്തെ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്മാരകങ്ങളൊക്കെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കളിയൊക്കെ കണ്ടു. ജസ്റ്റ് ഇങ്ങനെ നടന്നിറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ പാലക്കാട് കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. പറയുകയാണെങ്കിൽ കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവായിരുന്ന ഹൈദരലി 1766 പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട ഒന്നുകൂടി പുനരുദ്ധരിച്ചു. അതായത് ഒന്നുകൂടി അടിപൊളിയാക്കി. പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്. കോട്ടയ്ക്കകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫീസ് മുഖേന പ്രവേശനമുണ്ട്. പിന്നെ ഒന്നും കൂടിയുണ്ട്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട എന്നും കൂടി ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയിട്ടാണ് പറയുന്നത്. ഇതൊരുവിധം സത്യമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനും ഉള്ളിൽ കയറിയപ്പോൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ല വൃത്തിയിലാണ് ഈ കോട്ട സംരക്ഷിക്കപ്പെടുന്നത്. അതിന് യാതൊരു മാറ്റവും കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും കുറേ ഉണ്ട്. അത് ഗൂഗിൾ ത്രൂവും ബാക്കി ഞാൻ കാണിച്ചതില്ലേ, ഒരു ശില നമ്മുടെ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ടൈമിൽ ഒരു ബോർഡൊക്കെ വെച്ചിരുന്നില്ലേ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കോട്ടയ്ക്കുള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഈ ചെറിയ ഈ ജനൽവാതിയോട് നോക്കി നോക്കും. എനിക്ക് തോന്നുന്നത് ഇവിടെ ബോട്ട് സർവീസിങ്ങും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ബോട്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ കിടങ്ങിലൂടെ. ഉണ്ടെങ്കിൽ നന്നായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഉണ്ടായിരിക്കും എന്തായാലും. ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാനും നിന്നില്ല. പിന്നെ കുട്ടികളുടെയൊക്കെ ബഹളവും അതൊക്കെയായി അവരൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു എല്ലാ രീതിയിലും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് പതുക്കെ താഴേക്ക് ഇറങ്ങി. കാരണം കുട്ടികൾ നിറഞ്ഞു കഴിഞ്ഞു കേട്ടോ, കുട്ടികളും മാഷുമാരും എല്ലാവരുമായിട്ട്. കാരണം അവർക്കും ഒരു ചരിത്രം പഠിച്ച് വളരട്ടെ എന്നാണ് ഇപ്പോൾ ഞാനും ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ, നമ്മുടെ ഹനുമാൻ കോവിൽ കണ്ടില്ലേ, അപ്പോൾ ഇത് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്.
ഒരു ചെറിയൊരു സൈഡിൽ മതിലിനോട് ചേർന്നിട്ടാണ് ഹനുമാൻ കോവിൽ നിലനിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതിനും. ഞങ്ങൾ നേരെ നടക്കാൻ തുടങ്ങി. കുറേ മാവുകളും മരങ്ങളും എല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം ഈ ഹൈദരലി ഉണ്ടാക്കിയത് വളരെ അടിപൊളിയായിട്ടാണ്. ഇപ്പോൾ കിടങ്ങ് പോലും, കാരണം ഈ കിടങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എനിക്ക് തോന്നുന്നു ഒരേക്കറൊന്നും അല്ല നമ്മുടെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഈ കിടങ്ങ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ തന്ത്രപ്രധാനമായൊരു നല്ലൊരു ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം പണ്ടത്തെ രാജാക്കന്മാരല്ലേ, അവർക്ക് പിന്നെ ഉണ്ടാവാതിരിക്കുമോ. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടോ, ഇതൊക്കെ പണ്ടത്തെ വല്ല നമ്മുടെ പാറാവുകാരൊക്കെ നിന്ന ഒരു ഇതായിരിക്കും. ഇനി മുന്നിൽ വേറെ ബോർഡൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പോൾ വീണ്ടും ഇതാ നമ്മൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1900 കാലഘട്ടത്തിലില്ലേ ഈ സംഭവങ്ങളൊക്കെ താലൂക്ക് ഓഫീസൊക്കെ ആയിട്ടാണ് ഇത് പ്രവർത്തിച്ച് വന്നിരുന്നു. അതായത് ഇപ്പോൾ മാറ്റിയിരുന്നു. പണ്ട് കാലങ്ങൾ 1900 മുതൽ ഇത് താലൂക്ക് ഓഫീസ് പോലത്തുള്ള ഗവൺമെൻറ് ഓഫീസുകളായിട്ടും പ്രവർത്തനം തുടങ്ങിയിരുന്നു ഈ കോട്ടയ്ക്കുള്ളിൽ കേട്ടോ. പിന്നെ അതൊക്കെ നിലച്ചു. ഇത് അവിടെ ഒരു പോസ്റ്റിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, പഴയ ലൈറ്റ്. അങ്ങനെ ഒരുപാട് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കോട്ട സന്ദർശിക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഹിസ്റ്ററികളുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ന് നിർമ്മിച്ചു, ഏതൊക്കെ രാജാവായിരുന്നു ആ ടൈമിൽ നമ്മുടെ പാലക്കാട് ഉണ്ടായിരുന്നത്, അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും വന്ന്, ഇപ്പം ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വേണ്ട, ഒരു 1-2 മണിക്കൂർ ചിലവഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ നമ്മുടെ ഗൂഗിളിന് സപ്പോർട്ട് നേടുക, അടിപൊളിയാട്ടോ. പക്ഷെ ഇപ്പോഴും നിർമ്മിച്ചിരിക്കുന്ന ഈ നിങ്ങളിപ്പോഴും നോക്കിയാൽ മതി, വൃത്തിയും ആ കല്ലുകളുടെ വലിപ്പമൊക്കെ കണ്ടോ, അടിപൊളിയായിട്ടാണ് കണ്ടോ അവർ ഇപ്പോഴും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല, പീരങ്കികളൊന്നും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പീരങ്കികളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഉണ്ടെങ്കിൽ അതും ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എത്തിയതെന്ന് പറയുമ്പോൾ ചൂടില്ല, കാരണം ഇപ്പോൾ നമ്മുടെ ഒരു മഴക്കാല സീസണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭാഗ്യമായി, കാരണം പാലക്കാടൻ ചൂട് ഞാൻ ഏറ്റില്ല കേട്ടോ. കാരണം നല്ലൊരു കാലാവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. കാരണം ഈ വൃത്താകൃതിയിലുള്ള ഈ നമ്മുടെ കൊത്തളം കണ്ടല്ലോ, ഇതിന് ചുറ്റുപാടും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ജനലുകളുണ്ട്. ആ കൊച്ചു എത്തിച്ചു നോക്കുന്നില്ലേ, ഇതേപോലുള്ള ചെറിയ ജനലുകളുണ്ട്. ഇതെല്ലാം പണ്ടത്തെ പീരങ്കികളും അല്ലെങ്കിൽ അമ്പുകളും മറ്റും തിരിച്ച് നമ്മുടെ ശത്രുക്കളുടെ മേഖലയിലേക്ക് ആക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ജനലുകളാണ്. കാരണം വേറെ എവിടെയും ജനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് കൂടെയാണ് അവർ അമ്പ് നെയ്തും പീരങ്കികൾ വിട്ടും ഇത് ചെയ്തിരുന്നത്. ഇതാണ് നമ്മുടെ പാലക്കാട് കോട്ടയുടെ ഒരു ഭാഗം. അപ്പോൾ ഞങ്ങൾ പതുക്കെ കോട്ടയെല്ലാം സന്ദർശിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. കാരണം ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടു ഒരു ഗേറ്റൊക്കെ, ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് കൂടെ നമുക്ക് വാക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു ആദ്യം തോന്നുന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതെന്താണെന്ന് അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇത് കാണിക്കാം. കണ്ടോ, നല്ല ഭംഗിയിലാട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കോട്ട എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം, അടിപൊളിയാണ്. പിന്നെ പതുക്കെ നമ്മൾ നടത്താൻ ആരംഭിച്ചു. കാരണം പിന്നെ ഒന്നും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ കോട്ടയ്ക്ക് ഉള്ളിൽ കയറുമ്പോഴാട്ടോ 25 രൂപയുടെ ആവശ്യമുള്ളൂ പെർ ഹെഡ് അഡൽറ്റിന്. ബാക്കി ഇപ്പോൾ ഈ പുറത്തിരിക്കുന്ന ഈ ആളുകളൊക്കെ ഇല്ലേ, ഇവരൊക്കെ ഒരു സായാഹ്ന സംസാരത്തിനും വാക്കിങ്ങിനും വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുന്നതാണ് ഇവിടേക്ക്. അതായത് കോട്ടയ്ക്കുള്ളിലേക്ക് മാത്രമാണ് ഫീ ഉള്ളത്. ഇപ്പോൾ പുറത്തിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചികളൊന്നും ഫീസ് അടച്ചിട്ടല്ല ഇരിക്കുന്നത്, കാരണം അവിടെ അവർക്ക് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കോട്ടയ്ക്ക്, ഇതാണ് കോട്ടയുടെ കവാടം കേട്ടോ. അതായത് മലമ്പുഴ കോട്ടയുടെ കവാടം ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കോട്ട മൈതാനം എന്ന് പറയുന്നത്. കാരണം ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പല പരേഡുകളും മറ്റും നടക്കുന്നത്, ഈ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പാലക്കാട് കോട്ടയുടെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ